യുദ്ധം തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല. ഏകദേശം 40 വർഷക്കാലമായി തന്നെ ഈ യുദ്ധം തുടരുകയാണ്. എന്നാൽ ഇത് സാമ്പത്തിക മേഖലയെ പോലും പൂർണ്ണമായും തച്ചുടയ്ക്കുന്ന ഒരു യുദ്ധമായി മാറുമ്പോൾ ഈ യുദ്ധം ഇനിയും നീണ്ടു നിന്നാൽ അത് വലിയ നാശനഷ്ടങ്ങളും ആഗോളതലത്തിൽ തന്നെ വലിയ രീതിയിൽ ഇത് ബാധിക്കുമെന്നതിലും സംശയമില്ല. ആയതിനാൽ തന്നെ ഇതിനെ മുൻനിർത്തി ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ സേന തന്നെ ചില കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ്. അതായത് ഇറാനിലെ പഴയ ഭരണ നേതൃത്വത്തെക്കാൾ തീവ്രമായ നിലപാടുള്ള പുതിയ ഭരണകൂടമാണ് നിലവിൽ വന്നിരിക്കുന്നത് എന്നതാണ് ഇവർ വ്യക്തമാക്കുന്നത്. ആയതിനാൽ തന്നെ കൂടുതൽ ജാഗ്രത വേണമെന്നും ഇതിലൂടെ തന്നെ ഒരു സന്ദേശമായി തന്നെ നൽകുന്നു. പഴയതിനേക്കാൾ കടുത്ത ശത്രുവിനെയാണ് തങ്ങൾ ഇപ്പോൾ നേരിടുന്നത് എന്നതാണ് ഇസ്രായേലിന്റെ വിലയിരുത്തലായി തന്നെ പുറത്തു വന്നിരിക്കുന്നത്. ഇത് മധ്യ ഏഷ്യയിൽ വീണ്ടും മറ്റൊരു രക്തച്ചൊരിച്ചിലിന് കാരണമായേക്കുമെന്നും പറയപ്പെടുന്നു. സമാധാന ചർച്ചകൾ ഫലം കണ്ടില്ല എങ്കിൽ അത് ലോക സാമ്പത്തിക സമ്പദ് വ്യവസ്ഥയെ തന്നെ തച്ചുടയ്ക്കാവുന്ന വലിയൊരു യുദ്ധത്തിലേക്ക് നീങ്ങുന്നതായി തന്നെ എടുത്തു പറയേണ്ടത് അനിവാര്യതയാണ്. മാത്രമല്ല ഇതൊരു ഉറപ്പ് കൂടിയാണ് നൽകിയിരിക്കുന്നത്. ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും തകർക്കാൻ ഇസ്രായേൽ ഇനിയും ആക്രമണങ്ങൾ തുടരുന്നു എന്നതാണ് സൂചനകളായി പുറത്തു വരുന്നത്. ഇസ്രായേൽ പാർലമെന്റായ സെനറ്റിന് നൽകിയ റിപ്പോർട്ടിലാണ് ഇത്തരമൊരു രീതിയിലുള്ള വെളിപ്പെടുത്തൽ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട മുജ്തബ ഖൊമേനിയാണ് ഇപ്പോൾ പുതിയ നേതാവായി തലപ്പത്തെത്തിക്കൊണ്ട് രാജ്യത്തെ നയിക്കുന്നത്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നേതാക്കളാണ് പുതിയ ഭരണകൂടത്തിന്റെ കരുത്തു പകരുന്നത്. മുൻ രാഷ്ട്രീയ നേതൃത്വത്തെക്കാൾ പ്രത്യാശാസ്ത്രപരമായി തന്നെ കടുത്ത നിലപാടുള്ളവരാണ് ഇവരെന്നതാണ് ഇസ്രായേൽ വിലയിരുത്തുന്നത്. തങ്ങൾ കൂടുതൽ ശക്തരായി തന്നെ തിരിച്ചു വരുമെന്നും രാജ്യത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നതാണ് മുജ്തബ ഖൊമേനി തന്റെ ആദ്യ സന്ദേശത്തിൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 40 വർഷമായി തുടരുന്ന യുദ്ധം ലോകത്തിന്റെ ഇന്ധന വിതരണത്തെയും അതേപോലെ തന്നെ പെട്രോ കെമിക്കൽ മേഖലയെ പോലും സാരമായി തന്നെ ബാധിക്കുകയാണ്. ഇക്കാലയളവിൽ 1000-ലധികം വ്യോമാക്രമണങ്ങൾ ഇറാനിൽ നടന്നതായും ഏകദേശം 4000 ലക്ഷ്യങ്ങൾ തകർത്തതായും ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. ഇതിനിടയിൽ അമേരിക്കയ്ക്ക് അവിടെ കോടിക്കണക്കിന് രൂപയുടെ സൈനിക ആസ്തികൾ നഷ്ടപ്പെടുകയും 2 സൈനികരെ രക്ഷിക്കാൻ ഇറാനിൽ അതിസാഹസമായ അല്ലെങ്കിൽ ഭയാനകമായ രീതിയിലുള്ള ദൗത്യം നടത്തേണ്ടി വരികയും ചെയ്തതായും വ്യക്തമാക്കുന്നു. വൻ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടും ശത്രു കൂടുതൽ ശക്തമായി തന്നെ മാറുന്നത് ഇസ്രായേലിനെയും അമേരിക്കയും കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ്. ഈ പ്രതിസന്ധിക്കിടയിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാനിൽ വെച്ച് അമേരിക്കയും ഇറാനും തമ്മിലുള്ള നിർണായകമായ സമാധാന ചർച്ചകൾ നടക്കാൻ ശ്രമങ്ങൾ നടത്തി വരികയാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്, സ്റ്റീവ് വിറ്റ്കോഫ്, ജരേഡ് കുഷ്ണർ എന്നിവരുമായി തന്നെ അവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കാനായി തന്നെ എത്തുന്നതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അതേപോലെ തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്ന് പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഖലീബഫ് ചർച്ചകൾക്ക് നേതൃത്വം നൽകുമെന്നതാണ് സൂചനകൾ പറയുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള അവസാന പ്രതീക്ഷയാണ് ഈ കൂടിക്കാഴ്ച. എന്നാൽ ഇറാനിലെ പുതിയ ഭരണകൂടം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുമോ എന്ന കാര്യത്തിൽ വലിയ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. പുതിയ ഭരണ നേതൃത്വം വിട്ടുവീഴ്ച മനോഭാവം അവിടെ കുറഞ്ഞവരാണെങ്കിൽ സമാധാന നീക്കങ്ങൾ കൂടുതലായി തന്നെ പരാജയപ്പെടുമെന്നതിലും സംശയമില്ല എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.